തരൂർ ആളിക്കത്തിച്ചപ്പോൾ ഡൽഹിയിൽ നിന്നും പറന്നെത്തേണ്ടി വരികയാണ് KC വേണുഗോപാലിന്. കാര്യങ്ങൾ ഓരോന്നോരോന്നായി KC കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ഇനി ഒരക്ഷരം ചോദിക്കരുത്, തരൂർ ഒരു അടഞ്ഞ അധ്യായമാണ്. 100,000 കാര്യങ്ങൾ മോദി സർക്കാരിനതിനെ പറയുമ്പോൾ നിങ്ങൾ തരൂരിനെ മാത്രം തോണ്ടി ചോദിക്കുന്നത് എന്തിനെന്നും അദ്ദേഹം മാധ്യമങ്ങളെ കളിയാക്കുന്നതും കാണാം. ആ വീഡിയോ ഒന്ന് കാണാം. അല്ല, അതാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചതോ ഇലക്ഷൻ കമ്മീഷൻ അല്ലാന്ന് എനിക്കറിയാം. മോഡിക്കെതിരെ പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് താല്പര്യം ഇല്ലല്ലോ, നിങ്ങൾ അത് കൊടുക്കൂലല്ലോ. നിങ്ങൾക്ക് അതായത് ഉദീർപ്പിച്ച കണക്കുകൾ, പക്ഷേ അങ്ങനെ ഉദീർപ്പിച്ച കണക്കുകൾ നേതാവ് ഏറ്റെടുക്കുമ്പോൾ അല്ല, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഒരു ലേഖനത്തിൽ വന്ന ഒരു ഡാറ്റയിൽ വന്ന അനുസരിച്ചിട്ടുള്ള അതിൻ്റെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. അതുകൊണ്ട് അതിന് ശരിയായ കണക്കുകൾ വന്നാൽ ഞാൻ മാറ്റി പറയാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് പാർട്ടി സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇനി ഒരു വിവാദം വേണ്ട, അതൊരു അടഞ്ഞ അധ്യായമാണെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അല്ല, കാരണമല്ലോ ഈ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ശക്തമായ നിലപാടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്യുന്ന ശുദ്ധ തട്ടിപ്പാണ്. ഞാൻ മുൻപും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് MP ആയിരിക്കുന്നത്. അവിടെ കയർ മേഖലയിൽ ചെറുകിട കയർ സംരംഭങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കശുവണ്ടി മേഖലയിൽ കൊല്ലത്തിരിക്കുന്നവർക്കറിയാം, ഓരോ ചെറുകിട കടക്കാരനും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കച്ചവടക്കാർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്കറിയാം, ഓരോ കച്ചവടക്കാരും പൂട്ടി. സംരംഭകരുടെ കണക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും GST രജിസ്ട്രേഷൻ വേണമല്ലോ. GST രജിസ്ട്രേഷൻ വേണമെമ്പോൾ നിങ്ങളൊരു ബാർബർ ഷോപ്പ് തുടങ്ങിയാലും അത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കെടുത്തിട്ട് മാനിപ്പുലേറ്റഡ് ഡാറ്റ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ PR എക്സസൈസ് നടത്തുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നടപടി തെറ്റാണെന്നുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്, UDF എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേറ്റം ശരിയായ കാര്യമാണ്. തരൂർജി ഏതോ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എഴുതിയത്, അദ്ദേഹം ശരിയായ ഡാറ്റ കിട്ടിയാൽ അത് മാറ്റി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഖവിലക്കെടുക്കാനാണ് ഇപ്പം പാർട്ടി ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായമില്ല. കോൺഗ്രസ് നിങ്ങളുടെ ശ്രമമാണ്. കോൺഗ്രസ് MMS അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ MMSനെ പറയാത്ത കാര്യം പറയാം.